വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഏവിയേഷൻ മേക്കപ്പ് ലുക്ക്, അതായത് എയർലൈൻ മേക്കപ്പ് ലുക്കാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി എയർലൈനിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ അവിടെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇത്. എയർലൈനിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഇത് ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ, എയർലൈൻ ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഏവിയേഷൻ സ്റ്റുഡൻസ് ഒട്ടും തന്നെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് അറിയാതെ ഇങ്ങനെ വരുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ചില ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും മര്യാദയ്ക്കുള്ള ഗ്രൂമിങ് ക്ലാസ് ഒന്നും കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെ ഓവറാക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ വരേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണോ എന്ന് അറിയില്ല, ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയായിരിക്കും. നിങ്ങൾക്ക് എയർലൈനിലോട്ട് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഏവിയേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്കൊരു ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണാം. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ എയർലൈനിനും ഓരോ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ബേസിക് ആയിട്ട് ഇതൊന്നായിരിക്കും, പക്ഷേ ചില ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹെയർ സ്റ്റൈലിങ്, പിന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്, പിന്നെ അങ്ങനെ നെയിൽ പോളിഷ് കളറ്, അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്പൈസ് ജെല്ലിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന ഗ്രൂമിങ് ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അവിടെ ഞങ്ങൾക്ക് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഒന്നൊരു സ്മോക്കി ആയിട്ടുള്ളൊരു സോഫ്റ്റ് ലുക്കും, ഒന്ന് കുറച്ചൊരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു റെഡ് ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു ലുക്കുമാണ് ഉണ്ടായിരുന്നത്. സോ ഞാൻ ഫസ്റ്റ് ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസറാണ്. ഞാനിവിടെ മോയ്സ്ചറൈസർ എന്നൊരു ബ്രാൻഡിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് എടുക്കാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയ്സ്ചറൈസർ വേണം എടുക്കാനായിട്ട്. എൻ്റെ എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നെ സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഭയങ്കര ഓയിലിയാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാരൊന്നും ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്. ഡ്രൈ സ്കിന്നിലുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന മുമ്പ് മോയ്സ്ചറൈസർ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ മോയ്സ്ചറൈസർ ഇടരുത്. കുറച്ച് മാത്രം ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഐ മേക്കപ്പ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. ഐ മേക്കപ്പ് ഞാൻ എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അഗെയിൻ ഫേസിൽ ടച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഐ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് യൂഷ്വലി ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കൺസീലർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, നിങ്ങൾക്ക് രണ്ടും വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൺസീലർ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. ഇപ്പോൾ വരുന്ന ഫൗണ്ടേഷൻസ് ഒക്കെ ഓൾമോസ്റ്റും ഫുൾ കവറേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺസീലറിൻ്റെ ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓർ കൺസീലർ, ഒരു കൺസീലർ പാലറ്റ് ഉണ്ടായാൽ മാത്രം മതി. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളുടെ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്രയോലോണിൻ്റെ ഒരു കൺസീലർ പ്ലസ് ഫൗണ്ടേഷൻ പാലറ്റാണ്. ഇത് നമുക്ക് രണ്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ അത് എടുത്താൽ മതി. അപ്പോൾ ഞാനത് കൈവച്ച് തന്നെ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ബ്രഷിൻ്റെ കാര്യമൊന്നുമില്ല. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒരു ഏവിയേഷൻ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുത്ത് ഐ ഷാഡോ പാലറ്റ് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മതി. കാരണം നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക്. സോ നമ്മൾ വലിയ രീതിയിൽ വലിയ വില കൊടുത്ത് ഐ ഷാഡോ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു പാലറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലൊരു ഫ്ലഫി ആയിട്ടുള്ളൊരു ബ്രഷ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, മസ്റ്റായിട്ടുണ്ടായിരിക്കണം. ഇതുപോലൊരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്രഷ് എങ്കിലും ഉണ്ടായിരിക്കണം. കാരണം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഐ ഷാഡോസ് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ആ ഒരു ബ്രഷ് എടുത്തിട്ട് ചെറിയൊരു ട്രാൻസിഷൻ ഷെയ്ഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടുള്ളൊരു ഐ മേക്കപ്പ് ചെയ്താൽ മതി. കുറച്ച് ഗ്ലിറ്ററി ആയിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഈ കോർണറിലും കൂടെ അപ്ലൈ ചെയ്ത് അകത്തോട്ടൊന്നാക്കി കൊടുക്കാം കേട്ടോ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ മേക്കപ്പ് ലുക്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. നമുക്ക് ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഞാനിവിടെ
സ്റ്റുഡിയോയുടെ ഈ ഒരു ലൈനറാണ് എടുത്തിട്ടുള്ളത്. ഐലൈനേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ വിങ്സ് ഇട്ടിട്ട് നീറ്റായിട്ടൊരു ലൈനാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് ഞാൻ മുകളിൽ വിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി താഴെയും കുറച്ച് ചെയ്യാനുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഫേസ് മേക്കപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവിടെ ഐബ്രോസ് ചെയ്യട്ടെ. ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഭയങ്കര പ്രൈസ് കൊടുത്ത പെൻസിലൊന്നും വാങ്ങണ്ട കേട്ടോ. ഇത് മെബ്ലിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഐബ്രോസിന് എപ്പോഴും നമ്മൾ ബ്രൗൺ ഷെയ്ഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. ബ്ലാക്ക് ഒന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്. ഒരു ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ ഇത് വരുന്നത്. സോ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഈ ഒരു സാധനം ഉണ്ടാവണം കേട്ടോ. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ പഴയ മസ്കാരയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ബ്രഷ് യൂസ് ചെയ്യാം. നല്ലതുപോലെ കോംബ് ചെയ്ത് കൊടുക്കണം. അപ്പം തന്നെ നമ്മൾക്ക് നല്ലൊരു ഷേപ്പും തോന്നും, ഒരു നാച്ചുറൽ ആയിട്ടൊരു ഫീലും തോന്നും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ്. ഓക്കെ, നമ്മളപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഡാർക്കായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് ഒട്ടും തന്നെ ഐബ്രോസ് ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഓവറായിട്ട് തിക്കാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യലായി തോന്നും എൻ്റെ ഫേസിന്. സോ അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫേസ് മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള സെയിം കൺസീലർ പാലറ്റ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ക്രയോണിൻ്റെ തന്നെയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസീലർ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്താൽ മതി. ഫൗണ്ടേഷനും കൺസീലറും സെപ്പറേറ്റ് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഷെയ്ഡാണ്. നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ട് ഡാമ്പ് ചെയ്തിട്ടുള്ള ഒരു ബ്ലെൻഡറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി കുറച്ച് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബ്ലെൻഡർ. ഇനി നമുക്ക് ഈ ഫേസ് ഒന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. നിങ്ങളൊന്നില്ലെങ്കിൽ കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള കൺസീലർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കുറച്ച് മീഡിയം കവറേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ അത്യാവശ്യം ഹൈ കവറേജ് ആയിട്ടുള്ളൊരു കൺസീലർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഫൗണ്ടേഷൻ. സോ അതുകൊണ്ട് ഞാനിവിടെ ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ജസ്റ്റ് സെറ്റ് ആയിരുന്നാൽ മാത്രം മതി, കവർ ആവേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെറ്റിംഗ് പൗഡർ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ കോമ്പാക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കവറേജ് കിട്ടും. അപ്പോൾ എനിക്ക് കവറേജിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ കോണ്ടറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കോണ്ടറിംഗ് ഓപ്ഷണലാണ്, യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഫേസിനൊരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പൗഡറാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രോൺസിങ് ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ പൗഡറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുത്തത് കൊണ്ടാണ് പൗഡർ വെച്ച് സെറ്റ് ചെയ്തതിൻ്റെ മുകളിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്രീമി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗഡർ സെറ്റിങ്ങിൻ്റെ മുമ്പ് തന്നെ ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫേസിലോട്ട് കിടക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു കാജലാണ് എടുത്തിട്ടുള്ളത്. കാജൽ എടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണണം. ഞാൻ ജസ്റ്റ് ഒരു സ്ട്രോക്ക് മാത്രം കൊടുക്കുന്നുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോർണറിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ കോർണറിലും ഇവിടെയും ഇങ്ങനെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വൺ സ്ട്രോക്ക്, അത്രയും ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐ ഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ഹൈലൈറ്റിങ് ഷെയ്ഡ് എടുത്തിട്ട്, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെ ഒന്ന് ഈ കോർണർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കാജലിൻ്റെ അറ്റം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഐ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് കുറേ ഗ്ലിറ്റേഴ്സും കുറേ ഭയങ്കരമായിട്ട് സ്മോക്കീസും ഒക്കെ ചെയ്ത് വരുന്നത്. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഈ ഒരു കോർണറിൽ മാത്രം നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വൺ സ്ട്രോക്ക് മാത്രം കൊടുക്കുക കേട്ടോ. കൂടുതൽ കാജൽ യൂസ് ചെയ്യാനേ നിൽക്കരുത് കണ്ണിൽ.
കാരണം ഓൾറെഡി നമ്മളിവിടെ ഗ്ലിറ്റർ ഷെയ്ഡ്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ഈ കാജലും കൂടെ ഭയങ്കര ആകുമ്പോഴത്തേക്കും ഒരു ബ്രൈഡൽ മേക്കപ്പ്, ഒരു പാർട്ടി മേക്കപ്പ് ഒക്കെ ആയി മാറും. സോ കുറച്ച് ഫോമൽ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു 1 സ്ട്രോക്ക് മാത്രം കൊടുത്താൽ മതി. നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മസ്കാര മസ്റ്റായിട്ടും എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. കാരണം നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെ ഒക്കെ മെസ്സി ആവും. അപ്പോൾ മസ്കാര എന്തായാലും എല്ലാവരുടെ കയ്യിലും വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വാഷബിൾ മസ്കാരയാണ്. നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് ഞാനിവിടെ പൗഡർ ബ്ലഷാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നൈക്കയുടെ ഒരു ബ്ലഷാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാലറ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം ഇതിൽ 2 ഷെയ്ഡ്സ് ഉണ്ട്. ഇത് നമ്മൾ എല്ലാ സ്കിൻ ടോണുമായിട്ടും ബ്ലെൻഡായി പോകുന്ന ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണ്, ഭയങ്കര ലാസ്റ്റിംഗ് ആണ്, ഭയങ്കര പിഗ്മെൻറ്റഡും ആണ് കേട്ടോ. പക്ഷേ നിങ്ങൾ എപ്പോഴും ബ്ലഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ഐ മീൻ ഈ ഇങ്ങനെയുള്ള ഫോമൽ മേക്കപ്പിനൊക്കെ നിങ്ങൾ ബ്ലഷൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പൗഡർ ബ്ലഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാനായിട്ട് അതാണ് കേട്ടോ നല്ലത്. അത് മാത്രമല്ല മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഭയങ്കര ഡ്യൂയി ആയിട്ട് നിങ്ങൾ ഒരിക്കലും മേക്കപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. ഗ്ലോസ് ഒക്കെ ഇട്ട് ഭയങ്കര ഡ്യൂയി ആയിട്ടുള്ള ലുക്കിൽ ഒരിക്കലും പോകരുത്. എപ്പോഴും നിങ്ങളൊരു മാറ്റ് ആയിട്ടുള്ള ലുക്ക് വേണം നിങ്ങൾ കീപ്പ് ചെയ്ത് പോകാനായിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പൗഡർ ബ്ലഷ് എടുത്തിരിക്കുന്നത്. സോ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹൈലൈറ്ററും ഞാനിവിടെ ഒരു പൗഡർ ഹൈലൈറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ഡ്യൂയി ആയിട്ടുള്ള ലിക്വിഡ് ഹൈലൈറ്റർ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. സോ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ച് റെഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനെ നീറ്റായിട്ടുള്ള ലൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് റെഡ് ലിപ്സ്റ്റിക്ക് കൂടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ഫേസ് നല്ല രീതിക്കൊന്ന് ബ്രൈറ്റ് അങ്ങനെ എടുത്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ റെഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഷുഗറിൻ്റെ വെറോണിക്ക മാർസ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണുകൾക്കും ഒരുപോലെ ചേരുന്ന ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ചെയ്യണം. സോ ഹെയർ സ്റ്റൈലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ എയർലൈൻസിനും ഓരോ സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത്. ഞങ്ങൾക്ക് അവിടെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, സ്പൈസ് ജെറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഷോൾഡർ ലെങ്ത് ഉള്ള ഹെയർ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ഹെയർ ഇടാം, അല്ലെങ്കിൽ പോണി ടെയിൽ കെട്ടാം. സോ അതിനേക്കാളും ലെങ്ത് കൂടുതലാണെങ്കിൽ ഫിഷ് ബ്രൈഡ് ചെയ്യണം. ഞങ്ങൾക്ക് ബൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ഇൻ്റർവ്യൂസിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഷോർട്ട് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു പോണി ടെയിൽ കെട്ടാം. ടൈറ്റ് ആയിട്ടുള്ളൊരു ഹൈ പോണി തന്നെ ചെയ്യണം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൺ ചെയ്യാം. സോ ഞാൻ ഇവിടെ ഒരു പോണിയാണ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ബൺ അല്ലെങ്കിൽ പോണി ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ബേബി ഹെയർസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കുറച്ച് നീറ്റായിട്ട് ഉള്ള ബൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പിന്നെ എൻ്റെ ഫേസിന് ചേരുന്നത് പോലെ, പിന്നെ കുറച്ച് ഈസി ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള പോണിയാണ് കേട്ടോ. എനിക്കതാണ് കുറച്ചുകൂടെ ഇഷ്ടം. സോ നല്ല നീറ്റായിരിക്കണം കേട്ടോ നമ്മൾ ഹെയർ സ്റ്റൈലിങ് ചെയ്യുമ്പോൾ. സോ നിങ്ങൾക്ക് എൻ്റെ ഒരു ഹെയർ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ പോണി ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. എപ്പോഴും ഭയങ്കര നീറ്റായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നോ സ്പിൻ അലൗഡ് അല്ല. സോ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നോ സ്പിന്നൊന്നും യൂസ് ചെയ്യരുത്. ഞാനിവിടെ അഴിച്ചു വെച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇയറിങ്സ് ഏതെങ്കിലും ഇതേപോലൊരു സ്റ്റഡ് എപ്പോഴും ഇടാൻ വേണ്ടി നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.